Hello students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള നെക്സ്റ്റ് ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഓക്കെ, സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ നമ്മൾ നോർമലി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് മീൻസ് ഇത് ജസ്റ്റ് എ ഡെഫിനിഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് പവർ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ദാറ്റ് മീൻസ് ഡെൻസിറ്റിയാണ്. ദാറ്റ് ഈസ് പവർ പെർ യൂണിറ്റ് ബാൻഡ് വിഡ്ത്ത്. പവർ പെർ യൂണിറ്റ് ബാൻഡ് വിഡ്ത്ത്. Power per unit bandwidth. This is the simple definition of power spectral density. Power spectrum density, power per unit bandwidth or frequency. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? യൂണിറ്റ് ആ ഈ ഡെഫിനിഷനിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാം. പവർ പെർ ബാൻഡ് വിഡ്ത്ത് ആണ്. സോ വാട്ട്സ് പെർ ഹെർട്സ് ആണ്. ഓക്കെ, W is വാട്ട്സ് പെർ ഹെർട്സ് ആണ് ഇതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ നമ്മൾ പലപ്പോഴും ഒരുപാടിടത്തും PSD എന്ന് തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ഈ പേരിൽ ഇതിൽ തന്നെയുണ്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അല്ലേ. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. സ്പെക്ട്രം മീൻസ് എന്താണ്? ഫ്രീക്വൻസിയാണ് അല്ലേ. അപ്പോൾ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. സോ നാച്ചുറലി ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഏത് ഡൊമെയിനിലായിരിക്കും? ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള ഒരു പാരാമീറ്ററാണ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഫ്രീക്വൻസി ഡൊമെയിനിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ നൊട്ടേറ്റ് ചെയ്യുന്നത്, അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ ഡിനോട്ട് ചെയ്യുന്നത് SX of F. Okay, or SX of F എന്നാണ്. ഈ എക്സ് എന്ന് പറയുന്നത് ശരിക്കും എക്സ് ഓഫ് ടി എന്ന് പറഞ്ഞ റാൻഡം പ്രോസസ്സിനെയാണ് നമ്മൾ ആ എക്സ് എന്ന് പറഞ്ഞിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ സ്റ്റേഷനറി റാൻഡം പ്രോസസ്, ദെൻ അതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ നമ്മൾ ഇങ്ങനെയായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ഡൊമെയിനായതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇങ്ങനെ. ഇനി ചില ടെക്സ്റ്റുകളിൽ ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്, ഓർ എസ് 2 പ്രാവശ്യം എക്സ് ഇട്ടിട്ടും റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. അത് ശരിക്കും ഓട്ടോ കോറിലേഷൻ വെച്ചിട്ടാണ് അതങ്ങനെ വന്നിരിക്കുന്നത്. ബിക്കോസ് ഓട്ടോ കോറിലേഷൻ പഠിച്ചപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഓഫ് 2 റാൻഡം വേരിയബിൾ എന്ന് പഠിച്ചു. അപ്പോൾ ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാറ്, ഒന്നുകിൽ ഒരു സിംഗിൾ എക്സ് ഓർ ഡബിൾ എക്സ് ഇട്ട് റെപ്രസെൻറ്റ് ചെയ്യാറുണ്ട്. സോ നോർമലി ഈവൻ ദോ ദ ഡെഫിനിഷൻ ഈസ് ലൈക്ക് ദിസ്, നമ്മൾ ഈ ഡെഫിനിഷൻ ഉപയോഗിച്ചിട്ടായിരിക്കത്തില്ല നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമലി വി കാൽക്കുലേറ്റ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഫ്രം ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. So before going into the power spectral density, auto correlation ഫംഗ്ഷനെ പറ്റിയിട്ട് ഞാനൊന്ന് പറയാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞിരുന്നു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഓക്കെ, ഓട്ടോ കോറിലേഷൻ അവിടെ ഞാൻ പറഞ്ഞിരുന്നു. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് മുമ്പായിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതറിയാമെങ്കിൽ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ നിന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആക്ച്വലി ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് for a wide sense stationary process or for a stationary process. ഞാൻ പറഞ്ഞു ഓട്ടോ കോറിലേഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിലേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ. ഓർ ടൈം ഷിഫ്റ്റ് ഓർ ടൈം ഡിഫറൻസിൻ്റെ ഫംഗ്ഷനായിരിക്കും ഓട്ടോ കോറിലേഷൻ. ഏത് പ്രോസസ്സിന്? ഒരു റാൻഡം സ്റ്റേഷനറി റാൻഡം പ്രോസസ്സിന്, ഒരു വൈഡ് സെൻസ് സ്റ്റേഷനറി റാൻഡം പ്രോസസ്സിന് ഓട്ടോ കോറിലേഷൻ വിൽ ബി എ ഫംഗ്ഷൻ ഓഫ് ടൈം ഡിഫറൻസ്. ആൻഡ് there in the last class we also represented auto correlation function അല്ലേ. ഒരു റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആണെങ്കിൽ ദിസ് ഈസ് ഹൗ വി റെപ്രസെൻറ്റ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഡിലേ ടൗ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ദിസ് ഈസ് ടൗ, Rx of tau, where tau represents what? Where tau represents the time difference, T2 minus T1. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ശരിക്കും എങ്ങനെയായിരുന്നു അത് എടുത്തത്? നമ്മളൊരു റാൻഡം പ്രോസസ്സിനെ അല്ലേ, റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് ടിയെ കൺസിഡർ ചെയ്തു. ആ എക്സ് ഓഫ് ടിയെ നമ്മൾ 2 ഇൻ്റർവെല്ലിൽ സാമ്പിൾ ചെയ്തു, T1ഉം T2ഉം. T1ലുള്ള സാമ്പിൾ ചെയ്തപ്പോൾ നമുക്ക് X1 of t എന്ന് പറഞ്ഞ റാൻഡം വേരിയബിൾ കിട്ടി. T2 ആ ഇൻസ്റ്റൻറ്റിൽ നമ്മൾ സാമ്പിൾ ചെയ്തപ്പോൾ നമുക്ക് X2 of t എന്ന് പറഞ്ഞിട്ട് റാൻഡം വേരിയബിൾ കിട്ടി. ഈ X1 of tയെയും X2 of tയെയും കൂടി നമ്മൾ പ്രോഡക്റ്റ് എടുത്തു അല്ലേ. സോറി, ഇറ്റ് ഈസ് നോട്ട് X1 of t and X2 of t, ഇറ്റ് ഈസ് X of
റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി തന്നെയാണ്. സെയിം റാൻഡം പ്രോസസ്സിനെ നമ്മൾ സാമ്പിൾ ചെയ്തു അറ്റ് 2 ഡിഫറെൻറ്റ് ഇൻസ്റ്റൻസ്. സോ എക്സ് ഓഫ് T1 ആൻഡ് എക്സ് ഓഫ് T2. ഓക്കെ, T1ലുള്ള റാൻഡം വേരിയബിളും T2. അപ്പോൾ ആ ഒരു 2 റാൻഡം വേരിയബിളിൻ്റെ പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കാണുകയായിരുന്നു ചെയ്തത് അല്ലേ. അന്നേരമായിരുന്നു നിങ്ങൾക്ക് എന്ത് കിട്ടിയത്? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇത് പക്ഷേ ഞാൻ അവിടെ പറഞ്ഞിരുന്നു ഫോർ കൺവീനിയൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് എപ്പോഴും നമ്മൾ ഈ ഓട്ടോ കോറിലേഷനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ആയിരിക്കത്തില്ല. ഇൻ ടേംസ് ഓഫ് ഈ ഷിഫ്റ്റ് ആയിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ആർ എക്സ് ഓഫ് ടി ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ എക്സ് ഓഫ് ടൗ ഫോർ എ സ്റ്റേഷനറി റാൻഡം പ്രോസസ് ഇസ് ഈക്വൽ ടു, ഞാനിവിടെ ടൗ ഇൻട്രൊഡ്യൂസ് ചെയ്യുവാണ്. അപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം T1നെ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, T1നെ T എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തോളൂ. ആൻഡ് T2നെ യു സബ്സ്റ്റിറ്റ്യൂട്ട് ഇറ്റ് ആസ് T പ്ലസ് ടൗ. ഓക്കെ, T1 ഈ ഇൻ്റർവലാണ്, ദിസ് ഈസ് T2. ഇതിൻ്റെ ഇടയിലുള്ള ആ ഒരു ഡിഫറൻസിനെയാണ് ഞാൻ ടൗ എന്ന് പറയുന്നത്, ആ ടൈം ഷിഫ്റ്റ്. സോ T1 പ്ലസ് ടൗ വിൽ ബി ദിസ് ഇൻസ്റ്റൻറ്റ് T2. ദിസ് ഈസ് T1 പ്ലസ് ടൗ വിൽ ബി ദിസ് ഇൻസ്റ്റൻറ്റ് T2. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x1 ഓഫ് ഇൻസ്റ്റെഡ് ഓഫ് T1 T സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഇൻസ്റ്റെഡ് ഓഫ് T2 സബ്സ്റ്റിറ്റ്യൂട്ട് T പ്ലസ് ടോ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ഇക്വേഷൻ എഴുതുന്നത്. ദിസ് ഈസ് ഹൗ യു റൈറ്റ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഇക്വേഷൻ. ഓക്കെ, ഇവിടെ 1 ഇല്ല, ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് ഓൾസോ എക്സ്. ഓക്കെ, ഇതായിരുന്നു സ്റ്റാൻഡേർഡ് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കിട്ടി. അപ്പോൾ ഇനി നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എങ്ങനെ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷനിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി, ഓക്കെ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി PSD അങ്ങനെയാണ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ആസ് ദ ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ഈസ് ഡിഫൈൻഡ് ആസ് ഫോറിയർ ട്രാൻസ്ഫോം. ഓക്കെ, ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മളിപ്പോൾ എഴുതിയ ആ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ മതി, നമുക്ക് എന്ത് കിട്ടും? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടും. ഈ ഒരു ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ യു വിൽ ഗെറ്റ് PSD, ദറ്റ് ഈസ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഇനി ഒരു നമുക്കറിയാം, നിങ്ങൾ സിഗ്നൽസിലൊക്കെ പഠിച്ചിട്ടുള്ള ഫോർമുലയാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ആ ഫോർമുല ഒന്ന് കാണിക്കാം. ദറ്റ് ഈസ് ഇഫ് എക്സ് ഓഫ് ടി ഈസ് എ ടൈം വേരിയിങ് സിഗ്നൽ, ആ എക്സ് ഓഫ് ടിയുടെ ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? എക്സ് ഓഫ് എഫ് കിട്ടും അല്ലേ, ഫ്രീക്വൻസി ഡൊമെയിനിലുള്ള സിഗ്നൽ കിട്ടും. ദിസ് ഈസ് ടൈം ഡൊമെയിൻ സിഗ്നൽ. ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് ഓഫ് ടി എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്? -∞ to ∞ എക്സ് ഓഫ് ടി മൾട്ടിപ്ലൈഡ് ബൈ e⁻j2π ft dt. This is the equation for finding the Fourier transform of a signal. Fourier transform of a signal കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വേണ്ടത് Fourier transform of ഏതാണ്? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടും. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടാനായിട്ട് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ എടുക്കണം. ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ഈസ് Rx of tau. Rx of tauവിൻ്റെ Fourier transform കാണുന്നത് എങ്ങനെയാണ്? -∞ to ∞ e raised to -j2π f instead of t ഇവിടെ tau വന്നു. ഓക്കെ, tau d tau ഇത് ചെയ്ത് കഴിയുമ്പോൾ, സോ this is representing what the Fourier transform of the autocorrelation function. ഇത് ചെയ്യുമ്പം what you will get the power spectral density. So this is the equation for power spectral density. This is the equation for power spectral density. Power spectral density is obtained by taking the Fourier transform of autocorrelation function. Now mark this equation as number 1. ഒരു equation 1 എന്ന് മാർക്ക് ചെയ്യാം നിങ്ങൾ. ഓക്കെ, ഈ equation ആണ് ഇമ്പോർട്ടൻറ്റ്. പവർ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയത് എന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് അല്ലേ. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി നമുക്ക് കിട്ടി. ഓട്ടോ കോറിലേഷൻ ഇതെന്താണ്? ദിസ് ഈസ് ദ
Fourier transform. This represents the Fourier transform of autocorrelation function. So, this relation is autocorrelation function. Inverse Fourier transform power spectral density inverse Fourier transform what you will get autocorrelation function. So, from this equation, if you take or taking the inverse Fourier transform, okay, IFT inverse Fourier transform, we will get autocorrelation function. Endinde inverse Fourier transform aanu power spectral density taking the inverse Fourier transform of power spectral density, we will get autocorrelation function. Appam ഈ ഒരു ഇൻവേഴ്സ് ഇതിപ്പോൾ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കുന്ന ഫോർമുല ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, സിമിലർലി ഇൻവേഴ്സ് കാണാനുള്ള ഫോർമുല ഇതാണ്. ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കാണാനുള്ള ഫോർമുല ഇതാണ്. ദാറ്റ് മീൻസ് ആ ഫോറിയർ ഫ്രീക്വൻസി റെസ്പോൺസ് അതിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ഉണ്ടെങ്കിൽ -infinity to infinity x of f into e raised to, this is the equation that you learn in signals and system, j 2 pi ft df. What you will get? Inverse Fourier transform എടുക്കുമ്പോൾ ആ x of t തിരിച്ചു കിട്ടും. സോ ഇതാണ് ആ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇത് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ദിസ് ഈസ് ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തിൻ്റെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓക്കെ, സോ ടേക്കിംഗ് ദ inverse Fourier transform of power spectral density. അങ്ങനെയാണ് -infinity to infinity. Power spectral density is given by Sx of f. Okay, multiplied by e raised to j 2 pi f tau ആണ്, because rx of tau ആണ് നമ്മളുടെ LHS into d. This is df. Okay, sorry, ഇത് dt അല്ല, this is df ആണ്. ഓക്കെ, this is df. ഇവിടെ x of f ആണ്. x of f ആകുമ്പോഴത്തേക്കും this is df. okay, so this is the equation. ഇത് inverse Fourier transform of power spectral density കണ്ടുപിടിക്കുമ്പോൾ what you will get? LHS എന്ത് കിട്ടും? autocorrelation function കിട്ടും. കണ്ടോ? അപ്പോൾ autocorrelation ഫംഗ്ഷൻ നമുക്ക് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയിൽ നിന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ദിസ് ഈസ് autocorrelation function, and this represents the inverse Fourier transform of power spectral density. Inverse Fourier transform of power spectral density എടുത്താൽ നമുക്ക് autocorrelation function കിട്ടി. സോ ഈ രണ്ട് ഇക്വേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2. മാർക്ക് ദിസ് ആസ് ഇക്വേഷൻ നമ്പർ 2, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഇനി ഈ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് വി വിൽ learn different properties of power spectral density. Okay, now we will learn about properties of power spectral density. Okay, now what is the first property? First property പറയുന്നത് power spectral density is always non-negative, or power spectral density is always greater than or equal to 0. അല്ലേ, സെയിം മീനിങ് ആണ്. നോൺ നെഗറ്റീവ് ഓർ ഗ്രേറ്റ്. ഇനി എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ റാൻഡം പ്രോസസ് x of t ഈസ് റെപ്രസെൻറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് എ സ്റ്റേഷനറി റാൻഡം പ്രോസസ് ഈസ് നോൺ നെഗറ്റീവ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇതാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി. ഇനി നമുക്ക് സെക്കൻഡ് പ്രോപ്പർട്ടി നോക്കാം.
അപ്പം ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ശരിക്കും എന്തുവാണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തരുന്നത് പവറാണ് അല്ലേ? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തരുന്നത് പവറാണ്. പവർ ഒരിക്കലും ഒരു കോംപ്ലക്സ് ക്വാണ്ടിറ്റി ആയിരിക്കത്തില്ല അല്ലേ? പവർ എപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു റിയൽ ക്വാണ്ടിറ്റി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്തുമായിരിക്കും? ഇറ്റ് വിൽ ഓൾവേസ് ബി എ real valued function. It will always be a real quantity. Power spectral density is always a real quantity or a real valued function ആയിരിക്കും. ഓക്കെ, കാരണം അത് പവറാണ് തരുന്നത്. പവർ ക്യാൻ നെവർ ബി കോംപ്ലക്സ്. പവർ ഒരു റിയൽ ക്വാണ്ടിറ്റി ആണ്. അതുകൊണ്ട് തന്നെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് ഓൾസോ എ റിയൽ ക്വാണ്ടിറ്റി ഓർ എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണ്. നൗ മൂവിങ് ഓൺ ടു ദ തേർഡ് പ്രോപ്പർട്ടി. Third property is, it states that power spectral density, okay, power spectral density is an even function, is an even function. Power spectral density is an even function, or we can say, or power spectral density is symmetric. Symmetric അല്ലേ? സിമെട്രിക് ഈവനും സെയിം തന്നെയാണ്. ഹൗ വിൽ യു റെപ്രസെൻറ്റ് ആൻ ഈവൻ ഫംഗ്ഷൻ? ഇപ്പം എക്സ് ഓഫ് ടി ഒരു സിഗ്നൽ ആണെങ്കിൽ അത് ഈവൻ ആണെങ്കിൽ എക്സ് ഓഫ് ടിയും എക്സ് ഓഫ് മൈനസ് ടിയും ഈക്വൽ ആയിരിക്കും അല്ലേ? ദാറ്റ് മീൻസ് എക്സ് ഓഫ് ടി ഇപ്പം ഇങ്ങനെ ഒരു സിഗ്നൽ ആണെങ്കിൽ, ഇഫ് ദിസ് ഈസ് എക്സ് ഓഫ് ടി, ഇൻ്റെ എക്സ് ഓഫ് മൈനസ് ടി എങ്ങനെയായിരിക്കും? എക്സ് ഓഫ് മൈനസ് ടി വിൽ ബി അതിൻ്റെ മിറർ ഇമേജ് ആയിരിക്കും അല്ലേ? ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. സിമെട്രിക് അല്ലേ? ഈ എക്സ് ഓഫ് ടി ആൻഡ് എക്സ് ഓഫ് മൈനസ് ടി ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത്, അത് ഈവൻ ഫംഗ്ഷൻ ആണെന്ന് പറയാൻ സാധിക്കും. അപ്പോൾ ഇവിടെ ഈ പറഞ്ഞിരിക്കുന്നത് കൂട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. സോ എസ് എക്സ് ഓഫ് എഫ്, ഈവൻ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എസ് എക്സ് ഓഫ് എഫും എസ് എക്സ് ഓഫ് മൈനസ് എഫും ഈക്വൽ ആയിരിക്കും. നൗ ഫോർത്ത് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനായിട്ട് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിലെ ഏതായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ? ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ ബേസിക് ഇക്വേഷൻ ആണ് അല്ലേ? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഈസ് ഒബ്റ്റെയിൻഡ് ബൈ the Fourier transform of autocorrelation function. ഈ ഇക്വേഷനകത്ത് you put f is equal to 0. അതായത് ഇവിടെയും 0 കൊടുക്കണം, ഇവിടെയും 0 കൊടുക്കണം. ഓക്കെ, put f is equal to 0 in the first equation. So that equation can be rewritten as, fourth property പറയുന്നത്, ആദ്യം അത് പറയുന്നതിന് മുമ്പ്, before stating that property, you put f is equal to 0 in the first equation. So what you will get? sx ഓഫ് എഫിന് പകരം 0 കിട്ടി, 0 ഇടുക, മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആർ എക്സ് ഓഫ് ടൗ ഇൻറ്റു ഇ റേസ് ടു ജെ 2π എഫ് ഇൻറ്റു ജെ 2π 0 ഇൻറ്റു 0, ഓക്കെ, ഇൻറ്റു ഡി ടൗ. Now this is equal to what? e raised to 0 1 ആണല്ലേ? This is e raised to 0, that is minus infinity to infinity r x of tau എന്ന് കിട്ടി, r x of tau d tau എന്ന് കിട്ടി. സോ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുവാണെങ്കിൽ this is an important property. This is the property is sx of 0 is equal to minus infinity to infinity r x of tau d tau. ഇതെന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? ഇതെന്താണ് ശരിക്കും? ഇത് 0 ഫ്രീക്വൻസി വാല്യൂ ഓഫ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ആണ് അല്ലേ? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് ഫ്രീക്വൻസി 0 ആയപ്പോൾ ഉള്ള വാല്യൂ ഓഫ് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി അറ്റ് 0 ഫ്രീക്വൻസി. സോ ദിസ് ഈസ് 0, LHS denotes 0 frequency value of power spectral density. RHS എന്താണ്? ശരിക്കും ഇത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അല്ലേ? ഇൻ്റഗ്രൽ ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് ഏതൊരു കർവും ആയിക്കോട്ടെ, അതെന്തോ ശരിക്കും ഇൻ്റഗ്രൽ തരുന്നത് ഏരിയ അണ്ടർ ദ ഗ്രാഫ് ആയിരിക്കും അല്ലേ? സോ ഇവിടെ നമുക്ക് ആ ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ കിട്ടുന്നത് ഏരിയ അണ്ടർ ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ ആണ്. ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഒബ്റ്റെയിൻഡ് ബൈ പ്ലോട്ടിംഗ് ദിസ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ ഈ ഒരു RHS ടേം ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? ആഫ്റ്റർ ടേക്കിംഗ് ദ ഇൻ്റഗ്രൽ, വാട്ട് യു ആർ ഗെറ്റിംഗ്? ഇറ്റ് ഈസ് ഈക്വലൻറ്റ് ടു ടോട്ടൽ ഏരിയ അണ്ടർ ദ ഗ്രാഫ് ഓഫ് വിച്ച് ഫംഗ്ഷൻ? ഗ്രാഫ് ഓഫ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ RX ഓഫ് ടൗ അല്ലേ? അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആണ്. ദിസ് ഈസ് ദ ഫോർത്ത് പ്രോപ്പർട്ടി. എന്താണ് പറയുന്നത്? ദ 0
frequency value of power spectral density is equal to the total area under the graph of autocorrelation function. See, these properties can be asked as numerical problems. Autocorrelation തന്നിട്ട് സീറോ ഫ്രീക്വൻസി വാല്യൂ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് മാത്രം മതി ആ റേഞ്ചിൽ. റേഞ്ച് തന്നിട്ടില്ലെങ്കിൽ ഓവർ ദ ഹോൾ റേഞ്ച് -infinity to infinity നിങ്ങളതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പം യു വിൽ ഗെറ്റ് ദ സീറോ ഫ്രീക്വൻസി വാല്യൂ ഓഫ് PSD. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് കിട്ടാനായിട്ട് ഇക്വേഷൻ നമ്പർ 2 എന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം അല്ലേ? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുക്കുമ്പോൾ ഓട്ടോ കോറിലേഷൻ കിട്ടും. അതാണ് സെക്കൻഡ് ഇക്വേഷൻ. അതിനകത്ത് ഈ സെക്കൻഡ് ഇക്വേഷനകത്ത് യു പുട്ട് ടൗ ഇസ് ഈക്വൽ ടു 0. സെക്കൻഡ് ഇക്വേഷനകത്ത് ടൗ 0 ഇട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ടൗ 0 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടെയും 0 വരും. ദെൻ ആ ഇ റൈസ് ടു ജെ ടേമും അവിടെയും 0 വരും. സോ ഇക്വേഷൻ നമ്പർ 2, അതായത് ഫിഫ്ത്ത് പ്രോപ്പർട്ടി കിട്ടാനായിട്ട് ഫിഫ്ത്ത് പ്രോപ്പർട്ടി കിട്ടാനായിട്ട് യു പുട്ട് tau is equal to 0 in equation number 2. So what you will get, LHS it was Rx of tau, it will become Rx of 0 is equal to -infinity to infinity power spectral density Sx of f into e raised to j 2 pi f 0 df. ഇങ്ങനെയാണ് കിട്ടുക അല്ലേ? That is equal to, so this can be simplified as that. അതാണ് നമ്മളുടെ പ്രോപ്പർട്ടി. സോ അതിനെ ഹൈലൈറ്റ് ചെയ്യുവാണെങ്കിൽ Rx of 0 is equal to -infinity to infinity power spectral density Sx of f df. e raised to term 1 ആയി പോകും. This is the fifth property. Okay, ഇത് ഫോർത്ത് പ്രോപ്പർട്ടി, ഫിഫ്ത്ത് പ്രോപ്പർട്ടി. ഫിഫ്ത്ത് പ്രോപ്പർട്ടി എന്താ ഡിനോട്ട് ചെയ്യുന്നതെന്ന് നോക്കിക്കേ അല്ലേ? ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് 0 ഈസ് ഈക്വൽ ടു ഏരിയ അണ്ടർ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. ഞാൻ വീണ്ടും പറഞ്ഞു, ആ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ വിൽ ഗീവ് യു ദ ഏരിയ അണ്ടർ ദ ഫംഗ്ഷൻ ഹിയർ. ഇവിടെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ്. അപ്പോൾ ഏരിയ അണ്ടർ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയാണ് എന്ത് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് 0 എന്ന് പറയുന്നത്. ഇനി നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺക്ലൂഷൻ നമുക്ക് ഡിറൈവ് ചെയ്യാം. അതായത് ഈ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് 0 അതെന്താണ് മീൻ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് യു ടേക്ക് ദ ബേസിക് ഇക്വേഷൻ ഓഫ് ദ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. ഈ ലെക്ചറിൽ തന്നെ ഞാൻ ആദ്യം പറഞ്ഞിരുന്നു ഇതെങ്ങനെയാണ് കിട്ടിയിരുന്നതെന്ന്. ദിസ് ഈസ് ദ ബേസിക് ഇക്വേഷൻ എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി പ്ലസ് ടോ അല്ലേ? ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയിരുന്നു നമുക്ക് ഓട്ടോ കോറിലേഷൻ്റെ. ഇതിനകത്തേക്ക് യു പുട്ട് ടോ ഇസ് ഈക്വൽ ടു 0, ടൗ ഇസ് ഈക്വൽ ടു 0 ഇടുക. ടൗ 0 ഇടുമ്പോൾ വാട്ട് യു വിൽ ഗെറ്റ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓഫ് ടി ഇൻറ്റു എക്സ് ഓഫ് ടി എന്ന് കിട്ടും. ടൗ ഇസ് ബിക്കമിങ് 0 ഹിയർ ആൻഡ് ഹിയർ. നൗ ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ഓഫ് ടി എന്ന് കിട്ടും. ഓക്കെ, ഇതെന്താണെന്ന് ശരിക്കും ഇതൊരു സ്ക്വയർ, ആ റാൻഡം പ്രോസസ്സിൻ്റെ സ്ക്വയർ ആണ്. ഇതോ അതിൻ്റെ മീനാണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് മീൻ സ്ക്വയർ വാല്യൂ. ഓഫ് ദ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി. ഇനി ഈ മീൻ സ്ക്വയർ വാല്യൂ ഓഫ് എ പ്രോസസ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല. എന്താണ് അത് മീൻ ചെയ്യുന്നത്? പവറാണ്. പവർ ഓഫ് റാൻഡം പ്രോസസ്സാണ് ഈ മീൻ സ്ക്വയർ വാല്യൂ കൊണ്ട് നമുക്ക് കിട്ടുന്നത് അല്ലേ? ആ റാൻഡം പ്രോസസ്സിൻ്റെ സ്ക്വയർ എടുക്കുകയാണ്. ആൻഡ് ദെൻ ടേക്കിംഗ് ദ ആവറേജ് വാട്ട് യു വിൽ ഗെറ്റ് പവർ ഓഫ് ദ റാൻഡം പ്രോസസ് എക്സ് ഓഫ് ടി ആണ് കിട്ടുന്നത്. സോ ഇൻ ഷോർട്ട് വി ക്യാൻ സേ ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ അറ്റ് ടൗ ഇസ് ഈക്വൽ ടു 0 is equal to what? It is denoting or it gives you basically the power of a random process, power of a stationary random process ആണ് കിട്ടുന്നത്. അപ്പം ഇനി ഇതും ഈ ഇക്വേഷനും കൂടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്തേ. LHS എന്ന് പറയുന്നത് LHS എന്താണ്? അപ്പം പവർ ഓഫ് എ റാൻഡം പ്രോസസ് ആണ് അല്ലേ? പവർ, വാട്ട് ഈസ് ദ LHS ഓഫ് ദിസ്? പവർ ഓഫ് LHS is power of LHS Rx of 0, which is power of random process, is equal to what? What does this RHS denote? RHS എന്താ പറയുന്നത്? Integral gives you total area under this function, total area under the power spectral density over this frequency range or over the entire frequency range. അപ്പോൾ RHSനെ നമുക്ക് ഇങ്ങനെ എഴുതാം. Integral RHS is
integral, or you can write total area, both are same, okay, integral of power spectral density over the entire frequency range. Okay, or this can be rewritten as, see, what is power of random process? Mean square value and random process in the power same aanale. Or we can write what? We can write the mean square, okay, mean square value or the power, okay, is basically equal to what? Is equal to area under the integral means area under the power spectral density curve. So this is the fifth property. This property is actually important. ഇത് പ്രോബ്ലം ചോദിക്കാനും അതേ കൂട്ട് തന്നെ ഗേറ്റ് എക്സാമിനേഷനും ഒക്കെ ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പലയിടങ്ങളിലും ഈ ഒരു കർവൊക്കെ തന്നിട്ട് ഇതേ കൂട്ട് പവർ, ആ ഒരു റാൻഡം പ്രോസസ്സിൻ്റെ പവർ നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുവാണെങ്കിൽ ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി. യു വിൽ ഗെറ്റ് ദ പവർ ഓഫ് ദ റാൻഡം പ്രോസസ്. ഓക്കെ, സോ ദിസ് വാസ് ദ ഫിഫ്ത്ത് പ്രോപ്പർട്ടി. നൗ വിൽ മൂവ് ഓൺ ടു ദ സിക്സ്ത് പ്രോപ്പർട്ടി. സിക്സ്ത് പ്രോപ്പർട്ടി പറയുന്നത് ശരിക്കും ഈ പ്രോപ്പർട്ടി ഈസ് ഫ്രം എ ഫേമസ് ഇക്വേഷൻ, ദറ്റ് ഈസ് ഫ്രം വീനർ-കിഞ്ചിൻ റിലേഷൻ. From Wiener-Kinchin relation, we need not study into the depth. Okay, അത് പറയുന്നത് according to this equation, it says that if we take the Fourier transform of autocorrelation, function, we will get the power spectral density and vice versa. That means തിരിച്ച് ഞാൻ ആദ്യം പറഞ്ഞ കാര്യം നമ്മൾ ആ തുടക്കത്തിൽ പറഞ്ഞു, ഓട്ടോ കോറിലേഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി കിട്ടും. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോം എടുത്താൽ യു വിൽ ഗെറ്റ് ഓട്ടോ കോറിലേഷൻ ഫംഗ്ഷൻ. സോ ദിസ് ക്യാൻ ബി given as another property. This we have already discussed അല്ലേ. ഇതിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം, ഇൻവേഴ്സ് ഫോറിയർ ട്രാൻസ്ഫോമും സാറ്റിസ്ഫൈ ചെയ്യും. ഫോറിയർ ട്രാൻസ്ഫോം ഓർ ബാക്ക് ഇൻവേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇതായിരിക്കും. ഓക്കെ, നൗ another property, seventh property. ഈ പ്രോപ്പർട്ടീസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇത് പ്രോബ്ലംസ് ചെയ്യാനും ഇപ്പം ഒരുപാട് കോമ്പറ്റേറ്റീവ് എക്സാമിനേഷനൊക്കെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ ഒരുപാട് സഹായിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പ്രോപ്പർട്ടീസ്. സോ യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ഓൾ ദീസ് പ്രോപ്പർട്ടീസ്. സെവൻത് പ്രോപ്പർട്ടി പറയുന്നത്, നൗ ഇഫ് വി പാസ് എ റാൻഡം പ്രോസസ് x of t through a linear, see, ഈ ഒരു പ്രോപ്പർട്ടി ഞാൻ ഇൻഡെപ്തിൽ പറയും, നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്കാണത്. പക്ഷേ ആസ് എ പ്രോപ്പർട്ടി യു ജസ്റ്റ് ലേൺ ലൈക്ക് ദിസ്. ഇഫ് യു ആർ പാസിങ് എ റാൻഡം പ്രോസസ് x of t through a linear time invariant system. ഇത് നമ്മൾ സിഗ്നൽസിൽ പഠിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റത്തിൽ കൂടി നിങ്ങളൊരു റാൻഡം പ്രോസസ്സിനെ പാസ് ചെയ്യുവാണെങ്കിൽ, ഓക്കെ, then the output is a random process denoted as y of t. Okay, അപ്പം ഒരു ലീനിയർ ടൈം ഇൻവേരിയൻറ്റ് സിസ്റ്റം, അതിൻ്റെ ഇൻപുട്ടിലേക്ക് പാസ് ചെയ്യുന്ന ഇൻപുട്ട് ഒരു റാൻഡം പ്രോസസ്സാണ് എക്സ് ഓഫ് ടി. ഔട്ട്പുട്ട് വിൽ ഓൾസോ ബി എ സ്റ്റേഷനറി, ഇൻപുട്ടും സ്റ്റേഷനറി റാൻഡം പ്രോസസ്സാണ്, ഔട്ട്പുട്ടും വൈ ഓഫ് ടി സ്റ്റേഷനറി റാൻഡം പ്രോസസ്സാണ്. ഓക്കെ, ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണ്. നമ്മൾ സിഗ്നൽസിൽ പഠിക്കുന്നതാണ്. വാട്ട് യു മീൻ ബൈ ഇമ്പൾസ് റെസ്പോൺസ്? ഒരു ഇമ്പൾസ്, ഒരു സിസ്റ്റത്തിൻ്റെ ഇൻപുട്ടായിട്ട് ഇമ്പൾസ് കൊടുക്കുവാണെങ്കിൽ അന്നേരം കിട്ടുന്ന ആ ഒരു റെസ്പോൺസ്, അന്നേരം കിട്ടുന്ന ആ ഒരു ഔട്ട്പുട്ട്, അതാണ് ഇമ്പൾസ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇമ്പൾസ് ഇൻപുട്ടായിട്ട് കൊടുക്കുമ്പം റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം, അത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എച്ച് ഓഫ് ടി വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ ഇമ്പൾസ് റെസ്പോൺസ് എച്ച് ഓഫ് ടി ആണെങ്കിൽ ഔട്ട്പുട്ട് എന്തായിരിക്കും? വൈ ഓഫ് ടി ആയിരിക്കും. ഓക്കെ, ഇനി ഈ ഒരു ഇൻപുട്ട് റാൻഡം പ്രോസസ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ ഞാൻ ഇങ്ങനെ ഡിനോട്ട് ചെയ്യാൻ പോവാം. ഔട്ട്പുട്ടിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയെ എസ് വൈ ഓഫ് എഫ് എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാൻ പോകുവാണ്. ഓക്കെ, നൗ ദ റിലേഷൻ
Okay, property നിങ്ങൾ പഠിക്കേണ്ടത് ഈ റിലേഷൻ ആണ്. ഓക്കെ, ഹിയർ യു വിൽ ഗെറ്റ് എ റിലേഷൻ, between the output and input പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി. അതാണ് നമുക്ക് ഇവിടെ നമ്മൾ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ പ്രോപ്പർട്ടിയാണ് പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു റാൻഡം പ്രോസസ്സിൻ്റെ അത് പഠിക്കണ്ട, അത് നെക്സ്റ്റ് ടോപ്പിക്കിൽ നമ്മൾ പഠിക്കും. റിലേഷൻ ബിറ്റ്വീൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് റാൻഡം പ്രോസസ്. ഹിയർ വി ആർ കൺസേൺഡ് വിത്ത് ദ ഇൻപുട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയും ഔട്ട്പുട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇതാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷൻ ഇങ്ങനെയായിരിക്കും. ഓക്കെ, ദാറ്റ് ഈസ് ഔട്ട്പുട്ട് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി വിൽ ബി ഈക്വൽ ടു എച്ച് ഓഫ് എഫ്. അത് ഈ എച്ച് ഓഫ് ടിയുടെ ഫ്രീക്വൻസി റെസ്പോൺസ് ആണ്. തീർന്നില്ല, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കണം, സ്ക്വയർ എടുക്കണം. ഓക്കെ, ടൈംസ് ഇൻപുട്ട് multiplied by input random process in the power spectral density. See, this is the property. Okay, this is the property. So how you will get h of f from h of t? H of t endana? H of t is the impulse response. H of t is the impulse response. Okay, now if you take Fourier transform of h of t, you will get h of f. എങ്ങനെയാ കിട്ടുന്നത്? By taking Fourier transform of h of t, you will get h of f. ഈ എച്ച് ഓഫ് എഫിന് പറയുന്ന പേരെന്താണ്? ഫ്രീക്വൻസി റെസ്പോൺസ്. ഓക്കെ, ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയും നമ്മൾ. ഈ എച്ച് ഓഫ് എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുക്കുവാണ്. അപ്പോൾ ഇതിനെ എന്താ പറയുന്നതെന്ന് അറിയാവോ? ഇതിനെ വി വിൽ കോൾ ഇറ്റ് ആസ് മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് എന്ന് പറയും. ഇതിനെ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ് ഓഫ് ദ സിസ്റ്റം എന്ന് പറയും. അപ്പോൾ ഇവിടെ ഈ മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസിൻ്റെ സ്ക്വയർ ആണ്. സോ ഇൻ ഷോർട്ട് നമുക്ക് ഇതിനെ എങ്ങനെ റൈറ്റ് ചെയ്യാം, എങ്ങനെ സ്റ്റേറ്റ്മെൻറ്റിൽ എഴുതാം? ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത്, ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പവർ സ്പെക്ട്രൽ LHS എന്താണ്? പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് അല്ലേ, അതല്ലേ LHS ഓഫ് ദ ഔട്ട്പുട്ട് റാൻഡം പ്രോസസ് y of t ഈസ് ഈക്വൽ ഓർ ഈക്വൽസ് is equal to the what? Power spectral, ഇതെന്താണ്? Sx of f, power spectral density of the input random process x of t multiplied by what? This term multiplied by the, അതിനെ എന്താ പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് റെസ്പോൺസ്. അതിന് സ്ക്വയറും ഉണ്ടല്ലേ. So multiplied by the squared magnitude response of the LTI system. So ഒരു LTI സിസ്റ്റത്തിൽ കൂടി ഒരു റാൻഡം പ്രോസസ്സർ കൊടുത്തു, ഔട്ട്പുട്ടിൽ നമുക്കൊരു റാൻഡം പ്രോസസ്സ് കിട്ടി. ഇൻപുട്ടിൻ്റെ ഔട്ട്പുട്ടിൻ്റെയും പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഇതാണെങ്കിൽ ഇത് തമ്മിലുള്ള റിലേഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. So this is the property. So these are the there is one more property. Actually that property is also important. I'll give you it as the 8th property. ഒരു പ്രോപ്പർട്ടിയും കൂടിയുണ്ട്. ആ പ്രോപ്പർട്ടി പറയുന്നത് if you multiply the random process by a cosine signal or a sinusoidal signal, then the power spectral, ഇപ്പോൾ ആദ്യം ഞാൻ കൊസൈൻ കാണിക്കാം, ഇവിടെ എഴുതിയിട്ട് കൺഫ്യൂസ്ഡ് ആകണ്ട. ഓക്കെ, ഇഫ് യു ആ റാൻഡം പ്രോസസ്സിനെ കൊസൈൻ സിഗ്നൽ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ പവർ സ്പെക്ട്രൽ, ആ റാൻഡം പ്രോസസ്സിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് എന്താ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ദെൻ ദ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി ഓഫ് ദ റാൻഡം പ്രോസസ് ഈസ് ഗിവൺ ബൈ, എന്താ സംഭവിക്കുന്നത് നോക്കാം. ഓക്കെ, ഒരു റാൻഡം പ്രോസസ്സ് ഉണ്ട് എക്സ് ഓഫ് ടി, അതിനെ നമ്മൾ ഒരു കൊസൈൻ സിഗ്നൽ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അതായത് ഇവിടെ ഇതിൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഓഫ് ടി ഈസ് modulating this carrier എന്നാണ് അതിൻ്റെ മീനിങ്. ഇഫ് എക്സ് ഓഫ് ടി modulates this carrier, then what happens? The power spectral density is like this, 1/4 times Sx plus Sx
plus f naught. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ വ്യത്യാസം എന്ന് നോക്കിക്കേ. ഈ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് ഷിഫ്റ്റ് സംഭവിച്ചല്ലേ. നേരത്തെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എന്തായിരുന്നു? എക്സ് ഓഫ് എഫ് ആയിരുന്നു. അവിടെ അതിൻ്റെ ഫ്രീക്വൻസിക്ക് ഷിഫ്റ്റ് സംഭവിച്ചു എഫ് നോട്ടിലേക്ക്, -f0 ആൻഡ് +f0. അത് മാത്രമാണോ? അല്ല, ആംപ്ലിറ്റ്യൂഡ് 1/4 ആയിട്ട് റെഡ്യൂസ്ഡായി. അപ്പോൾ അതാണ് അതിൻ്റെ ഇങ്ങനെ ഒരു സിഗ്നലിൻ്റെ റാൻഡം പ്രോസസ്സ്. ഇനിഷ്യലി എക്സ് ഓഫ് ടിയുടെ റാൻഡം പ്രോസസ്സ് എക്സ് ഓഫ് എഫ് ആയിരുന്നു. പവർ സ്പെക്ട്രൽ ഡെൻസിറ്റി എക്സ് ഓഫ് എഫ് ആയിരുന്നു. പക്ഷേ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിക്ക് ഇങ്ങനെയായിരിക്കും വ്യത്യാസം വരുന്നത്. സിമിലർലി ഇഫ് യു ആർ മോഡുലേറ്റിംഗ് a sinus, if you are modulating, or if this random process is multiplied by a sinusoidal signal, then also the power spectral density, okay, will get changed like this. Amplitude 1/4 ആയിട്ട് കുറയും, plus f minus f naught minus s. So this is the difference. ഓക്കെ, രണ്ടിലും ഓർക്കേണ്ടത് പവർ സ്പെക്ട്രൽ ഡെൻസിറ്റിയുടെ ഫ്രീക്വൻസി ഷിഫ്റ്റും സംഭവിക്കും, ആംപ്ലിറ്റ്യൂഡ് 1/4 ആകും. ഓക്കെ, that is when a random process x of t modulates a carrier. അത് തന്നെയാണ് ഈ മൾട്ടിപ്ലൈഡ് ബൈ കൊസൈൻ ആൻഡ് സൈൻ സിഗ്നൽ. ഓക്കെ, modulate a carrier signal, the effect or the power spectral density gets shifted by f naught, and amplitude will become 1/4. So these are the different properties of power spectral density. Thank you.